സംഭവം ഞാനേ എൻ്റെ കസിന് എക്സാം എഴുതാൻ വേണ്ടി അവിടെ ആക്കിയിട്ട് വലിഞ്ഞതാണ്. ഓൾ സെറ്റ്. ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. സമ്മണിങ് ജുട്സു. ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ചെറിയ സാധനം എടുത്തിട്ട് വയ്ക്കാം. ഇത് ഗൈസ് നമ്മുടെ നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റായ കന്യാകുമാരിയിൽ ഉള്ളൊരു അമ്പലമാണ്. ഓക്കെ, അതാണ് ഗൈസ്. ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ബാലരാമപുരത്താണ്. എന്തിനാണ് രാവിലെ ഇങ്ങനെ പടച്ചിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കസിന് ഇവിടെ മൗണ്ട് കാരമൽ സ്കൂളിലെ എക്സാം ഉണ്ട്. അങ്ങനെ അവളെ കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ വന്നതാണ്. എന്നിട്ട് ഞാൻ കരുതി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നൈസായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വ്ലോഗ് ചെയ്യാന്ന്. നോക്കട്ടെ ഗൈസ്, പറ്റുവാണെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും. ഇവിടെ ഇത്രയും നേരത്തെ വന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് 5 സംതിങ്ങിന് ഇറങ്ങി ഇവിടെ 6 മണിക്ക് എത്തി. ഒരു 40 മിനിറ്റ് ഡ്രൈവ്, 40 മിനിറ്റ് എടുത്താന്ന് തോന്നുന്നു. അത്ര എടുത്ത് കാണത്തില്ല. ഗൈസ് 6 മണിക്ക് മുമ്പേ എത്തി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം 5:20. ഇവിടെ അകത്ത് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്തോട്ട് പോലീസ്. ഗൈസ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പുള്ളിക്കാരി ആക്കിയിട്ട് ഞാൻ എന്തായാലും അടുത്തുള്ള സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഗൈസ് ഇതാണ് ആ പാറയുടെ എൻട്രൻസ്. 8 മണിക്ക് തുറക്കുള്ളൂ. ഞാൻ 8 മണിക്ക് തൊട്ട് മുമ്പായിട്ടാണ് എത്തിയത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഏറ്റവും മേളിലാണ് നമ്മൾ പോകുന്ന ആ ഒരു അമ്പലവും ഇതൊക്കെ കാണുന്നത്. അവിടെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഗൈസ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്താം. ഇവിടെ പാർക്കിംഗ് ചാർജൊക്കെ ഉണ്ട്. എനിക്ക് ബൈക്കിനായതുകൊണ്ട് 5 രൂപയാണ് എടുത്തത്. കാറിന് എത്രയാണ്, വാനിന് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻട്രൻസ് ഫ്രീ ആണ്. മേലെ എപ്പടി ഏറണം? இப்படி தானே டைம் 8 மணிக்கு ஓப்பன் ஆகும். ஓப்பன் வந்திருப்பேன்னு தோணும். பைக் அங்கே இருந்தால் பிரச்சனை ஏதாவது இருக்கா? இல்லை. ஓகே. ஏதாவது டிக்கெட் ஏதாவது இருக்கா? 5 രൂപ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് யார்கிட்ட കൊടുക്കണം? അന്ന് പൊന്നാപുരം തോന്നിക്കില്ല. പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൈസ് കേരള തമിഴ്നാട് ബോർഡറിലാണല്ലോ. അപ്പം എന്തോന്ന് മാർത്താണ്ഡം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം മലയാളം പോലത്തെ തമിഴാണ്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തമിഴ് അറിയാം. ഞാൻ തമിഴ് സംസാരിക്കുന്ന രീതിയും എൻ്റെ തമിഴും ഇവിടുത്തെ തമിഴും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കാര്യം ഇത് മലയാളം കണക്കത്തെ തമിഴാണ്. ഞാൻ സംസാരിക്കുന്ന തമിഴെന്ന് വെച്ചാൽ നോർമൽ തമിഴാണ്. യഥാർത്ഥ തമിഴെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. പക്ഷേ നമ്മുടെ സിനിമയിൽ കാണുന്നതല്ല. ഉണ്മയാണ് മൊഴി എന്നത്, തമിഴ് മൊഴി എന്നത് മാർത്താണ്ഡം തമിഴ് தான். അത് കേൾക്കறதுக்கு മലയാളം മാതിരി ഇരിക്കും. ഇപ്പം എൻ്റെ അടുത്ത പുള്ളിക്കാരൻ പറഞ്ഞില്ലേ അങ്ങ് ഒരു പെണ്ണാ പറഞ്ഞത് ഇരിക്കില്ലയാ, അവർക്കിട്ടതാ 5 രൂപ കൊടുക്കണം. ഭയങ്കര രസമല്ലേ കേൾക്കാൻ. അപ്പം ഞാൻ എൻ്റെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നോക്കാം ഗൈസ് എന്തൊക്കെയുണ്ടെന്ന്. ഗൈസ് ഇപ്പോൾ കണ്ടില്ലേ ഫ്രണ്ടിൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്യാമറ അലോഡല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തോ എൻ്റെ അടുത്ത് ഈ ക്യാമറ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ. അപ്പോൾ ഞാൻ ബൈക്ക് താഴെ വെച്ച് ഇവിടെ 8 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പം ഈ നടക്കുന്ന 2 പാതയിലും നമുക്ക് ബദാമിൻ്റെ മരങ്ങൾ നട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കണം ഗൈസ്. അപ്പ് ആൻഡ് ഡൗൺ 2 കിലോമീറ്റേഴ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കണക്ക്, എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഞാൻ സോളോ ആയിട്ട് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആദ്യമേ തന്നെ പറയാം, ഞാനൊരു ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇൻട്രോവേർട്ടായ ഞാൻ എപ്പോഴും ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. എൻ്റെ ഒരു സർക്കിളിൽ ഞാൻ എക്സ്ട്രോവേർട്ടാണ്. എപ്പോഴും അങ്ങനെയാണ് പോവാറ്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴും രസമുണ്ട്. പിന്നെ അയ്യോ കുറച്ച് ദൂരം നടന്നേയുള്ളൂ. ഞാൻ ഇപ്പോഴേക്ക് എത്തയ്ക്കാൻ തുടങ്ങി ഗൈസ്. എൻ്റെ എൻഡുറൻസൊക്കെ പോയി. വെറുതെ ഇരിക്കുകയല്ലേ. ഇപ്പം കഴിഞ്ഞ 5-6 വർഷമായിട്ട് ബൈക്കിൽ തന്നെയാണ് ഗൈസ് എപ്പോഴും. അതാണ് കാര്യം. പഴയ കണക്ക് ഫിസിക്കൽ വർക്കൗട്ട് ഒന്നുമില്ല. ഇടയ്ക്ക് ജിമ്മിൽ പോയി അത് നിർത്തി. ഓട്ടമില്ല, ചാട്ടമില്ല. ഇത് നേരെ സമയം നടക്കണ പോലും ഇല്ല.
1 കിലോമീറ്റർ നടക്കേണ്ടിടത്ത് ഞാൻ ഇപ്പം ഒരു 50 മീറ്റർ നടന്നപ്പോഴത്തേക്കും ഈ അവസ്ഥയായി ഗൈസ്. അപ്പോൾ ഞാൻ ടോപ്പിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ എന്താണ് എന്നുള്ളത് ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ചെറിയ സാധനം എടുത്തിട്ട് വയ്ക്കാം. അതാണ് ഗൈസ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. ഞാൻ കറക്റ്റ് ഓപ്പണിംഗ് ടൈമിൽ വന്നതുകൊണ്ട് വലിയ വെയിലില്ലാതെ എനിക്ക് കയറാം. വെയിലുണ്ടെങ്കിൽ കിടക്കും. വെള്ളം ജ്യൂസൊക്കെ അലോഡാണ്. പിന്നെ ക്യാമറ മറ്റ് തിന്നുന്ന സാധനങ്ങൾ വേസ്റ്റൊന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും അലോഡല്ല. പിന്നെ എൻ്റർ ചെയ്യാനായിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ വാച്ച്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ചാർജ് മാത്രമാണ്. ഞാൻ ബൈക്കിൽ വന്നതുകൊണ്ട് 5 രൂപ എടുത്ത് മേടിച്ചോളൂ. പിന്നെ അവിടെ ഒരു കടയും ഒരു ക്ലോക്ക് റൂം കണക്കൊരു സംഭവമുണ്ട്. അത് ആ കടയുടെ അണ്ടറിൽ വരുന്നതാണ്. ഞാൻ ഹെൽമെറ്റ് അവിടെ വെച്ച് ജാക്കറ്റും കൂടി അവിടെ വെക്കാളായിരുന്നു ഗൈസ്. ഭയങ്കര ചൂട്. ഇത് മടക്കാൻ പറ്റുമോ? മടക്കാൻ പറ്റുന്ന ബേനകത്ത് വയ്ക്കായിരുന്നില്ലേ? അയ്യോ ഞാൻ ചത്തേ. കൂട്ടുകാരെ കൊണ്ടുവരാനുള്ളതായിരുന്നു. അതിലേക്ക് അമ്മ തള്ളിക്ക് വേണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയാൽ. അയ്യോ പക്ഷെ നല്ല രസമുള്ള സ്ഥലങ്ങളായിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നു, ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. കാണുന്ന ആൾക്കാർ എഴുതും ഭ്രാന്താണെന്ന്. പക്ഷെ അങ്ങനെ കരുതാൻ പോലും ഒരാൾ പോലും ഇല്ല. ഞാൻ ഇവിടെ വന്ന സമയത്ത് 2 പേര് നേരെ നടന്നു കയറിപ്പോയി. അവരുടെ പിറകെങ്കിലും പോയിരുന്നെങ്കിൽ ഇത്തിരിക്കും നേരത്തെ എത്തായിരുന്നു. അയ്യോ എവിടെ പോയി എൻ്റെ സ്റ്റാമിന? ചിലപ്പോൾ സംസാരിക്കണുണ്ടായിരിക്കും. പണ്ട് 5 കിലോമീറ്റർ 25 മിനിറ്റ് ഓടിക്കേറിയ ആളാണ് ഞാൻ. എൻ്റെ ബോധം കെട്ടി വീണു കേട്ടോ. അതൊക്കെ സ്റ്റോറി. പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. 100 മീറ്റർ പോലും ആയില്ല. എങ്ങനെ ഞാൻ തളർന്നു. നല്ല മഴയ്ക്കുള്ള കോള് വരുന്നുണ്ട്. മഴ പെയ്താൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നടക്കുന്നതിൻ്റെ റീഡിങ് പറഞ്ഞുതരാം മേലോട്ട് വരുമ്പോൾ. അയ്യോ ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ദൂരം എന്ന് പറയണത് കേൾക്കുന്നുണ്ടോ? ക്യാമറ റെക്കോർഡിങ് എന്നെയെന്ന് പറഞ്ഞു ഇവിടെ. നോക്കാം. ഇന്ന് മടക്കി വയ്ക്കാം ഒക്കുമോ എന്ന് നോക്കട്ടെ ഗൈസ്. മടക്കി വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 50% പ്രശ്നം സോൾവ് ആയി. അയ്യോ സക്സസ്ഫുള്ളി നമ്മൾ അതിനകത്ത് വെച്ച് ഗൈസ്. വിചാരിക്കണൊക്കെ അല്ല, ചരിച്ചിട്ടപ്പോൾ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഓ പ്രിയേ പ്രിയേ നിനക്കൊരു അയ്യോ വെള്ളം വയ്ക്കാൻ പറ്റി. കുഴപ്പമില്ല. കുറച്ച് കുടിച്ച് ഡീഹൈഡ്രേഷനൊക്കെ ഒന്ന് കുറച്ച് നല്ലതായിട്ട് പോവാം. ഗൈസ് ഐ ഹൈലി റെക്കമെൻഡഡ് ദിസ് പ്ലേസ്. അവിടെ നിന്ന് ഇതുവരെ നടന്നപ്പോൾ തന്നെ ഞാൻ ചത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഒന്ന് എൻഡുറൻസ് ടെസ്റ്റ് പാസ്സാക്കി പോവുക. കൊണ്ട് കൊള്ളാം. All right, let's go. Yeah.
കമോൺ ഗൈസ്, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇതുപോലത്തെ നല്ല കാറ്റ് കിട്ടിയതായിട്ടുള്ളായിരുന്നു. പെരിവിരിക്കുകയാണല്ലേ, കുഴപ്പമുണ്ടോ? ഒരിക്കലും മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? Let me cook. All set. ഗൈസ്, മനസ്സിലായി ഇവിടെ എന്താണ് ഇത്ര നന്നായിട്ട് കിടക്കുന്നതെന്ന്. സംഭവം ഇന്നലെ നല്ല കിട്ടില്ല മഴയായിരുന്നു. മഴയത്തെല്ലാം ഒലിച്ചങ്ങ് പോയി. അല്ലാതെ അത് മുതൽ ഇതുവരെ ആര് തൂക്കാനാണ്? അയ്യോ ഗൈസ്, 200 മീറ്റർ പോലും ആയില്ല. ഇപ്പോഴേ ഞാൻ ഈ അവസ്ഥ. തിരിച്ചിറങ്ങാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. നടുവൊക്കെ വേദന എടുക്കണേ, വയ്യാണ്ടായി, അല്ല വയസ്സായി. അയ്യോ, ഇപ്പം ഏറെക്കുറെ ഫ്ലാറ്റ് ആവുന്നുണ്ടല്ലോ. എന്ത് പറ്റി? കാണുന്നുണ്ടോ? അല്ല, കിടലൻ ചീവീടിൻ്റെ സൗണ്ടുണ്ട് ആ സൈഡിൽ. സംഭവം ഞാനേ എൻ്റെ കസിന് എക്സാം എഴുതാൻ വേണ്ടി അവിടെ ആക്കിയിട്ട് വലിഞ്ഞതാണ്. രാവിലെ അവൾക്ക് 7 മണിക്ക് കയറണമെന്ന് പറഞ്ഞ് ഞാൻ 6 മണിക്ക് അവിടെ എത്തി. 8 മണിയാവുന്നതിന് എത്രയോ മിനിറ്റ്, ഒരു മിനിറ്റെന്ന് ഒരു അരമണിക്കൂറുള്ള സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞ സ്കൂളിൽ നിന്ന് ഇവിടെ എത്താൻ ഏകദേശം 27-8 കിലോമീറ്റർ. ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്നു. 8 മണിയായി. ഒരു 70-60 കിലോമീറ്റർ സ്പീഡ് പിടിച്ച് വന്നപ്പം നേരത്തെ എത്തി ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലാപ്പ് എത്തി ഗൈസ്. അയ്യോ, കാണിച്ചു തരാം. ഇവിടെ ഒരു സിമ്പൽ കാണിക്കുന്നുണ്ട്. അയ്യോ, ഇവിടെ നല്ലൊരു പാറയുണ്ട്. അങ്ങൊക്കെ പാറകൾ കാണാം ഗൈസ്. ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ളതെന്നാണ് തോന്നുന്നത്. തമിഴിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഭഗവതി ടെമ്പിൾ, ചിത്തിര ഡിസ്ട്രിക്ട്, കന്യാകുമാരി. ഓക്കെ, then shall we go head to the top? ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് കേട്ടോ. വിയർക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് വന്യം മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ്. കാര്യം താഴെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴേ. ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് മുമ്പേ 2 പേര് പോയായിരുന്നു. അവരെവിടെ എത്തിയാന്തോ. അവരുടെ കൂടെ കയറുകളായിരുന്നു. ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഫ്ലോക്ക് എടുത്തങ്ങ് പോവായിരുന്നു. ഇവിടെ വേറെ ടീമൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഞാൻ കാണാത്ത ആൾക്കാരെ കൊണ്ട്. എൻ്റെ ഇൻട്രോവേർട്ട് വീണ്ടും ഇളകി വരുന്നുണ്ട്. ഞാൻ ഓഫാക്കുക ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും സൈഡിലോട്ടൊരു ചെറിയൊരു പാത്ത് കിടക്കണം. അവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് തോന്നുന്നു നല്ല വ്യൂ കിട്ടുമെന്ന്. സംഭവം അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പം അവിടെ പോയി നോക്കിയാൽ എന്താണ് സംഭവം നമുക്ക് നോക്കിയിട്ട് വരാം. ഗൈസ്, കിടു എൻ്റെ മോനെ സീൻ സാധനം. ഞാനിങ്ങനെ നടന്ന് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും നോക്കിയപ്പോൾ എൻ്റെ കിളി പോയി ഗൈസ്. നോക്ക്, എൻ്റെ ഓ ഇത് രസമല്ലേ ഗൈസ്. പക്ഷെ നല്ല വെയിലുണ്ട്. സോ ഇവിടെ വരുന്ന ആൾക്കാർ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വീട്ടിലെത്തുമ്പോഴത്തേക്കും പോയ കണക്കായിരിക്കില്ല ഞാൻ ആ സ്ഥലത്തെത്തി ഗൈസ്. ഫൈനലി 1 മണിക്കൂറത്തായി എൻ്റെ തേരികയറ്റത്തിനൊടുവിൽ ഞാൻ എത്തിയിരിക്കുന്നു. അതാണ് ഗൈസ് ആ സ്ഥലം. അമ്പോ ഒന്നും പറയാൻ വയ്യ. ഒരുപാട് പാറകളാണ് അപ്പുറവും ഇപ്പുറവും. എവിടെ പോയി നിന്നാലും കിട്ടില്ല സീനറി. അതുമാത്രമല്ല കിടിലം എന്തുവാ ഒരു ഫ്രെയിമുണ്ട് അവിടെ. അവിടെയും ഒരു പാറയുടെ ഇടുക്കൊക്കെ കാണുന്നുണ്ട്.
നോക്കട്ടെ. ഓ പൊളി. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം ഗൈസ്. എൻ്റെ മോനെ തനോസ് എല്ലാം ഊച്ചാളിയൊക്കെ കാണൂ. ഇവിടെ എങ്ങോട്ടൊക്കെ പോകൂ ഉള്ളല്ലോ. ഓ ഗൈസ്, ഇതൊരു പടിക്കെട്ടാണ്. എനിക്ക് തന്ന അമ്പലത്തിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കുമെന്ന്. തറയോടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, സിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ കളിയ സീനാണ്. ഇതെവിടെയും എൻ്റെ ഫ്രെയിം ഉണ്ട് ഗൈസ്. ഇത് ബുദ്ധനല്ലേ? അല്ലേ ഗൈസ്, ബുദ്ധനെ പോലെ ഉണ്ടല്ലോ. ഗൈസ്, ഇത് പാറ തുരന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പാറ തുരന്ന് അടിച്ചടിച്ചുണ്ടാക്കിയതാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു ടെക്സ്റ്ററൊക്കെ ഇങ്ങനെ കല്ല് വെച്ച് കൊത്തി ഉണ്ടാക്കിയതാണ്. ആ ഇതും അങ്ങനെ തന്നെ ഗൈസ്. ഇതെങ്ങനെ പോളിഷ് ചെയ്തെടുത്താന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് മേളിൽ ആ സൈഡും കൂടി ഒന്ന് പോയി കാണാം. ഒറ്റയ്ക്ക് വന്നത് കൊണ്ട് ഭയങ്കര രസമുണ്ട്. ശരിക്കും പറയാമല്ലേ, കൂടെ വരുമ്പോഴത്തേക്ക് അവർ പറയണത് കാര്യങ്ങൾ ഒരു രസമാണെങ്കിലും ഇതും ഒരു രസമുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുക. നമുക്ക് കുറേ നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് ചിലവഴിക്കാം. മറ്റൊരാൾക്ക് കളിയാ പോകണം, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവന് സമയമുണ്ട് നേരത്തെ പോകണം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത് അത് കേൾക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അത് കൊള്ളാം കേട്ടാ. ഇത് ഭയങ്കര രസമുണ്ട് ഗൈസ് ഈ കേവ്. ഇങ്ങനെ ഒരു പാറയുടെ ഇടുക്കി കൂടി പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. ഞാൻ മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര രസമുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഈ പാറയുടെ മേളിൽ വന്ന് ഇത് കണ്ടിട്ട് പാറ ഒത്തി കണക്കല്ലല്ലോ, സിമെൻറ്റ് വെച്ച് ഉണ്ടാക്കി കണക്കുണ്ട്. പോയി നോക്കട്ടെ എന്താണ് സംഭവം. പക്ഷെ ഞാൻ താഴെ കണ്ടില്ലേ, അത് പ്യുവർ ആർട്ടാണ്, ഏൻഷ്യൻ്റ് ആർട്ടാണ്, പറയാതിരിക്കാൻ വയ്യ. ഇത് സിമെൻ്റാണ് ഗൈസ്. ഓ ഇവിടെ താഴെ എന്തൊക്കെ പരിപാടിയുണ്ട് കേട്ടോ. ഇതപ്പം പാറയുടെ മേളിലുള്ള എന്ത് പരിപാടിയാണ്, ഇതിലെന്താണ് നമ്മളെന്നുള്ള അറിഞ്ഞൂടാ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ സ്ഥലത്ത് എവിടെ വന്ന് നിന്ന് കഴിഞ്ഞാലും എവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാലും എല്ലാം ഫ്രെയിമാണ് ഗൈസ്. ഓ ഇതൊക്കെ ഇതിനകത്ത് കയറാനൊരു ചെറിയ വഴി, പക്ഷെ കയറാൻ പറ്റത്തില്ല. ആൾക്കാർ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട്, വേറെ വഴിയൊന്നും കാണുന്നില്ല. ഫുൾ ക്ലോസ് ആണ്. ഇതെന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? ഞാൻ നേരത്തെ അവിടെ ഇല്ലേ പോയത്, ബാക്കിയും കൂടി പോകാം. ഓ അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഈ ഏരിയ മൊത്തം കാണാം ഗൈസ്. ഈ പാറയുടെ മണ്ടയിൽ നിന്ന് കഴിഞ്ഞാൽ ടാമ്പടോ. ഐ ലിറ്ററലി ലൈക്ക് ദിസ് പ്ലേസ്. എന്താണെന്ന് പറയട്ടെ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അടുത്ത് ഇത്രയും നല്ലൊരു മനോഹരമായ പാറയും നല്ല കാറ്റുള്ള ഏരിയ വേറെ എവിടെയുണ്ട് ഗൈസ്. പൊന്മുടി ഓക്കെയാണ്, പക്ഷേ ഇത് വേറെ രസമാണ്. ഒരു കൾച്ചർ കാണാൻ വേണ്ടി വന്നില്ലേ, ആ വരുന്ന വഴിയൊക്കെ ഭയങ്കര രസം. കണ്ട ഒരുപാട് ഫാമിലി അവിടെ ഇവിടെ അപ്പുറം അപ്പുറമുള്ള പാറകളിലുണ്ട്. ഇവരെങ്ങനെ പോയാന്ന് തോന്നുന്നു. ഞാൻ ഇനി താഴോട്ട് പോയി ബാക്കിയുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. അതിനകത്ത് 2-3 വിഗ്രഹങ്ങളുണ്ട്. ഒരു പാമ്പ്, പിന്നെ 2 പാമ്പ്, പിന്നെ നടുക്ക് 2 എനിക്കറിഞ്ഞൂടാ. സോ ഞാൻ കൂടുതലത് പോയി നോക്കുന്നില്ല. ഓ കൊള്ളാം കേട്ടോ. അത് ഗ്രില്ലിട്ട് പൂട്ടിയേക്കുക. ഇവിടെയുണ്ടല്ലോ. ഗൈസ്, ഇതാണ് മേളിൽ നിന്ന് കണ്ടപ്പോൾ കാണാൻ പറ്റിയ ആ സംഭവം.
ഗൈസ് ഇതൊക്കെ പ്യൂർലി സ്റ്റോൺ വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. മീൻസ് ഇവിടുത്തെ പാറ കൊത്തി ഉണ്ടാക്കിയ ഇതാണ് ഇതൊക്കെ. പിന്നെ അതൊക്കെ കല്ല് ഇങ്ങനെ ഉണ്ടാക്കിയത് എനിക്ക് അറിയാൻ വയ്യ. പിന്നെ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന അമ്പലമാണ്. ബുദ്ധൻ്റെ പ്രതിമയാണോ എന്തോ അത് അറിയാൻ വയ്യ. ഇവിടെ ഒരു തൂണ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായി കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആരോ ക്ലീനാക്കാൻ വരുന്നുണ്ട് ഗൈസ്. 1 കിലോമീറ്റർ മേലോട്ട് ട്രാവൽ ചെയ്ത് ക്ലീനാക്കാൻ വരുന്നുണ്ട്. വാവ്, എൻ്റെ മോനെ തനൂസ്, ഇത് രസോടെ അത് കാണാൻ. പാറയുടെ പിറകിലോട്ടൊക്കെ നോക്കി. ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വരുന്നത് എന്തെന്ന് അറിയാമോ ഗൈസ്? ഒരു ബോധിധർമ്മൻ ടെമ്പിൾ, മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ്, അങ്ങനെ എൻ്റെ മൈൻഡിൽ വരുന്നത്. ചിലപ്പോൾ എൻ്റെ ബ്രെയിൻ അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ആൾറെഡി അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എൻ്റെ ബ്രെയിനകത്ത് ഞാൻ ഇൻബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് കാണാൻ വരുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, നമ്മളെന്താണോ കൂടുതൽ ഇങ്ങനെ കണ്ട് മൈൻഡിലുള്ളത്, അപ്പോൾ നമ്മളെന്തെങ്കിലും കാണുമ്പം അതുമായിട്ട് നമ്മുടെ മൈൻഡ് ഇങ്ങനെ കാണിച്ചു തരും ഇതാണ് എന്നുള്ളത്. ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതൽ പഠിച്ചത് എന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് പറയും ഇത് അതിൻ്റെതാണ് എന്ന്. അത് മനുഷ്യരുടെ എല്ലാവരുടെയും തലയിലുള്ള ഒരു ഹോർമോണിൻ്റെ ഒരു കഴിവാണ് ഗൈസ്. ഈയിടയ്ക്ക് മാഴ്സിലോ ചൊവ്വയിലോ എവിടെയും കണ്ട ഒരു കല്ലിൽ ഇങ്ങനെ നോക്കിയപ്പം മുഖവും കണ്ണും മൂക്കൊക്കെ ഉള്ള കണക്ക് എല്ലാവർക്കും തോന്നി. പിന്നെ അത് മനസ്സിലായി അത് തോന്നൽ മാത്രമാണ്. ഇവിടെ ഒരുപാട് പേര് വന്ന് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. കൊച്ചുപിള്ളേർ കിടന്ന് വിളിക്കുന്നുണ്ട്. അതാണ് ഈ കേൾക്കുന്ന സൗണ്ട് കേട്ടാ, അല്ലാതെ വേറെ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞാണ് ഗൈസ്, ഇത് എവിടെ തിരിഞ്ഞാലും കിട്ടിലും ഫ്രെയിമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി കുറച്ച് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അങ്ങോട്ട് പോയി അവിടുത്തെ കാര്യങ്ങൾ വെച്ച് അങ്ങനെ അവിടെ എത്തി. ഏത് വഴി വന്ന്? ഞാൻ വിചാരിക്കുന്നത് തന്നെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ വഴിയാണോ അവർ നടന്ന് കയറിപ്പോയത്? അതെ ഗൈസ്, ഇവിടെ ഒരു വെള്ളപ്പാടുണ്ട്. അതിനർത്ഥം ഇതുവഴി ആൾക്കാർ നടന്നു പോയിട്ടുണ്ടെന്നാണ്. അതെ ഗൈസ്, എനിക്ക് നടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അവിടെയൊക്കെ പാറയില് എന്തൊക്കെയോ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ വഴിയുണ്ടായിരുന്നു. അടിപൊളി. ഇങ്ങ് പാറയുടെ മണ്ടയില് വെള്ളം ഉണ്ട്. ഇവിടെയും വെള്ളം, അവിടെയും വെള്ളം. നിങ്ങൾ ഈ കാണുന്ന വെള്ളം ചിലപ്പോൾ ഇന്നലെ പെയ്ത മഴയൊക്കെ വെള്ളം ആകാം, അല്ലെങ്കിൽ എപ്പോഴും വെള്ളം കാണാം. അതെ, ഇവിടെ എപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. കണ്ട ഒരു ഷെയ്ഡ് കണ്ടോ? ഇവിടെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നു. നല്ല കാറ്റുണ്ട്. നിങ്ങൾക്ക് വോയിസ് കിട്ടുന്നുണ്ടാന്ന് പറഞ്ഞൂടാ. ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതുവഴി പോകാനുള്ള ഒരു പാത്രം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ വേറെ ഒരു പാത്രം ഇതങ്ങോട്ടാ പോകുന്നേ. അക്കാണും മാമലയൊന്നും ഞങ്ങളതല്ലെൻ്റെ അയ്യണി മകനെ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടല്ലോ. ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 4 ദോശ വെച്ചിട്ടാണ് വന്നത്. രാവിലെ 5 മണിക്ക്. ഇപ്പൊ സമയം 9 മണിയാകുമ്പോൾ. വിശക്കുന്നല്ലടേ. ഇപ്പൊ പാറയുടെ മണ്ട കയറിയതുകൊണ്ടാണോ? ഇവിടെ എന്തോ ഉണ്ടാക്കാൻ ശ്രമിച്ചു കേട്ടോ, പിന്നെ ഇവര് ചെയ്തില്ല. കാണുന്നുണ്ടോ? എടാ ഇത് എന്താണെന്ന് മനസ്സിലായ? നമ്മുടെയൊക്കെ വീട്ടിലെ പഴയ കാലത്ത് മറ്റേ റൗണ്ടിന് ഇതുണ്ട് ഒരു കുഴി വെച്ച് കുത്തി കുത്തി ഇങ്ങനെ കറക്കി കറക്കി ആട്ടിയൊക്കെ എടുക്കൂലേ? ആട്ടുകല്ല് അത് കേസ്. അതിന്റെ കമ്പ ഇവിടെ പോയെന്ന് പറഞ്ഞൂടാ. ഇവിടെ ഒടുക്കത്തെ കാര്യം എന്ന് വെച്ചാ കാണുന്നുണ്ടാ? എനിക്ക് ഒന്ന് കേട്ടൂടാ കാറ്റ് കാരണം. നിങ്ങൾക്ക് വല്ല കേൾക്കാവോ? എനിക്കൊന്നും കേട്ടൂടാ. കിടിലം കാറ്റ്.
ഓ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പം ഞാൻ ഈ മരത്തിൻ്റെ മൂട്ടിലിരിക്കുകയാണ്. ഈ മരം എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ വലുതായതുകൊണ്ട് നല്ല തണൽ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറയാതെ ചെയ്യാൻ വയ്യ. അടിപൊളി. പിന്നെ ഇവിടുത്തെ ലോക്കൽസൊക്കെ ഉണ്ട്. ഞാൻ ഇനിയിവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തെടുത്തിട്ട് പോകാം. ഫോണിൽ ചാർജ് ടപ്പനെ തരുന്നു ഗൈസ്. 1UI7 അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ് ചാർജ് ഇറങ്ങിപ്പോകുന്നത്. സാധാരണ ഈ ടൈമിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ 20% ചാർജുള്ളൂ. സോ ചാർജിങ് ടൈമാണ്. ഞാനങ്ങനെ എല്ലാം കറങ്ങി കണ്ടുകൊണ്ട് എൻ്റെ സഞ്ചാരം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വഴിയിൽ നല്ല മഴക്കോളും മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഫ്രം അബൂസ് വ്ലോഗ്സ്.